അപ്പോൾ വർഗ്ഗങ്ങൾ അഥവാ സ്ക്വയേഴ്സ് എന്ന ചാപ്റ്ററിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത്. 64ൻ്റെ സ്ക്വയറാണ് ഇവിടെ കാണാനുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾക്ക് 64ൻ്റെ സ്ക്വയർ വെച്ചിട്ട് നമ്മൾ ചതുരഗുണം അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ മൾട്ടിപ്ലിക്കേഷൻ വഴി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾക്ക് വേറൊരു മെത്തേഡാണ് അല്ലേ ചെയ്യാനുള്ളത്. അതായത് ഈ 64നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാണ്. 60+4 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാലും 64 സ്ക്വയർ എന്ന് പറഞ്ഞാലും സെയിം ആണല്ലോ, രണ്ടും ഈക്വൽ ആണല്ലേ. ഇനി ഇതിനെ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മൾ 60 സ്ക്വയർ എഴുതാം, പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ 4 സ്ക്വയറും എഴുതാം. ഓക്കെ, 60 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ അത് നമ്മൾ എഴുതിയിട്ട് ഇതിൻ്റെ നടുവിലുള്ള ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇതിവിടെ കാണുന്ന 3 നമ്പേഴ്സ്, അതായത് ഏതൊക്കെ നമ്പേഴ്സ് അപ്പോൾ നമ്മളിവിടെ കാണുന്നത് 60 കാണുന്നുണ്ട്, 4 കാണുന്നുണ്ട്, 2 കാണുന്നുണ്ട്. അതിന് ഞാൻ ഇങ്ങനെ എഴുതി 2 × 60 × 4 ഓക്കെ പ്ലസ് 4 സ്ക്വയർ. ഇത്രയും എഴുതി കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പും കംപ്ലീറ്റ് ആയി. ഇനി തേർഡ് സ്റ്റെപ്പിൽ 60 സ്ക്വയർ, നമ്മൾക്കറിയാം 60 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 36ഉം അതിൻ്റെ കൂടെ നമ്മളൊരു 20 ഇട്ട് കൊടുക്കും അല്ലേ. പ്ലസ് 2 × 60 എന്ന് പറഞ്ഞാൽ 120 ആണ്, 120 × 4 അല്ലേ ഈക്വൽ ടു 480 അല്ലേ. 480 പ്ലസ് 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 4696 ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. ഇതേപോലെ തന്നെ നമുക്ക് 35ഉം ചെയ്യാലോ. 35നെ നമ്മൾക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, 30 + 5 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എഴുതേണ്ടത് 30 സ്ക്വയർ പ്ലസ് 2 × ഇതിനെ നമ്മൾ ബ്രാക്കറ്റിൽ എഴുതാം കേട്ടോ, കാരണം ഇവിടെ പ്ലസ് ആണ് കൊടുക്കുന്നത്. ബാക്കിയുള്ളത് ഈ ഭാഗത്തുണ്ടല്ലോ, ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളിൽ നമ്മൾ ഇൻറ്റു ആണ് കൊടുക്കുന്നത്, അപ്പോൾ രണ്ടും തമ്മിൽ മാറിപ്പോകണ്ടല്ലോ. 2 × 30 × 5 ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി പ്ലസ് 5 സ്ക്വയർ ഇസ് ഈക്വൽ ടു 30 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 900 അല്ലേ. 3ൻ്റെ സ്ക്വയർ 9 ആണ്, 900 പ്ലസ് 2 × 30 × 5 എന്ന് പറഞ്ഞാൽ 300 പ്ലസ് 25 ഇസ് ഈക്വൽ ടു 1225. ഇത് ആഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, ഇനി നമ്മൾ 47ന് നമ്മൾക്ക് എങ്ങനെ എഴുതാം, 40 + 7 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. പിന്നെയോ 40 സ്ക്വയർ പ്ലസ് 2 × 40 × 7 പ്ലസ് 7 സ്ക്വയർ. ഇനിയോ 40 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 600 അല്ലേ. പ്ലസ് 2 × 40 × 7 എന്ന് പറഞ്ഞാൽ 560 പ്ലസ് 49. ഓക്കെ അല്ലേ. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യാണ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് 2209 ആണ് ആൻസർ കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് അടുത്ത 2 കൂടെ ചെയ്യാം കേട്ടോ.